പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ. ഒരുപാട് ആളുകൾ ക്രൊയേഷ്യ ജയിക്കുമെന്ന് കരുതിയിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ആ 7 നമ്പറുകാരനെ കളിയാക്കാനും അവൻ്റെ പരാജയവും കാത്തിരിക്കുന്നുണ്ട്. അവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, നോക്കിയിരിക്കത്തേ ഉള്ളൂ. ആ മനുഷ്യൻ അതിന് സമ്മതിക്കില്ല. ഞങ്ങളെ ക്രൊയേഷ്യ തോൽപ്പിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം, അല്ലാതെ ക്രൊയേഷ്യ ഞങ്ങളെക്കാൾ മിടുക്കന്മാരാണെന്ന് കരുതിയിട്ടല്ല എന്ന് ഞങ്ങൾക്കും അറിയാം. അവരെ കൊണ്ടൊന്നും പറ്റില്ല സാറേ, അത്രയേ ഉള്ളൂ. പിന്നെ ക്രൊയേഷ്യ ചെറിയ ടീമാണ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. മെസ്സി പടയുടെ അർജന്റീനയെ പൊട്ടിച്ച ചരിത്രവും നെയ്മറിൻ്റെ ബ്രസീലിനെ പുറത്താക്കിയ ചരിത്രം എല്ലാം പറയാൻ ക്രൊയേഷ്യക്കുണ്ടാകും. ആ വിശ്വാസത്തിലായിരിക്കും ക്രൊയേഷ്യ വരുന്നത്. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, ഇത് മെസ്സിയുടെ അർജന്റീനയോ നെയ്മറിൻ്റെ ബ്രസീലോ അല്ല, റൊണാൾഡോയുടെ പോർച്ചുഗലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ. അവരെ കൊണ്ടൊന്നും പറ്റില്ല, അത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ക്രൊയേഷ്യ ചെറിയ ടീമാണെന്ന് പറയുന്നില്ല, ക്രൊയേഷ്യ ഞങ്ങൾക്കെതിരെ ഗോൾ അടിക്കില്ല എന്നൊന്നും പറയുന്നില്ല. ക്രൊയേഷ്യ ചിലപ്പോൾ ഒരു ഗോളൊക്കെ അടിക്കും, 2 3 അപ്പുറം കയറിയിട്ടുണ്ടാകും എന്നേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ജൂലൈ 3, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഡിയാഗോ ജോട്ട ഞങ്ങളുടെ വിട്ടുപോയിട്ട് 1 വർഷം തികയുന്ന ദിവസം. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ ജോട്ടയ്ക്ക് വേണ്ടി കൂടിയാണ് നാളെ ഇറങ്ങുന്നത്. അതുകൊണ്ട് ജയം പ്രതീക്ഷിച്ച് ഒരു മോനും വരണ്ട, കിട്ടില്ല എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ ഞങ്ങളെക്കാൾ മിടുക്ക് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചങ്ങ് പോകും. പക്ഷെ ഞങ്ങൾക്ക് തോന്നണം ഞങ്ങളെക്കാൾ മിടുക്ക് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത്. ക്രൊയേഷ്യനോട് ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾക്ക് എന്നല്ല, വേൾഡ് കപ്പിൽ ഒരു ടീമിനും അതിന് മാത്രം പോകുന്ന മിടുക്കില്ല, മനസ്സിലാക്കിക്കോ. പിന്നെ കൊളംബിയക്കെതിരെ 0-0 നിങ്ങളാണോ ഇത്ര വലിയ ഡയലോഗ് അടിക്കുന്നത് എന്ന് പറയുന്നവരോട്, അത് ഗ്രൂപ്പ് സ്റ്റേജാണ്. ഗ്രൂപ്പ് സ്റ്റേജ് അല്ല ഇനി അങ്ങോട്ട് നോക്കൗട്ട്. അവിടെ കണ്ട കളിയല്ല ഇനി നിങ്ങൾ കാണാം. ഈ റൗണ്ട് ഓഫ് 32 നിങ്ങൾ കണ്ടല്ലോ, പല ടീമുകളുടെ പെർഫോമൻസ് ഗ്രൂപ്പ് സ്റ്റേജ് മാതിരി ആയിരുന്നോ? അല്ല, വമ്പൻ പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ഈവൻ ചെറിയ ടീമെന്ന് കരുതിയവർ പോലും. അതാണ് ഞങ്ങളും പറഞ്ഞത്, ഗ്രൂപ്പ് സ്റ്റേജ് അല്ല നോക്കൗട്ട്. എല്ലാത്തിനെയും തോൽപ്പിച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് കപ്പടിക്കണം. ഭാഗ്യത്തിന് നമ്മൾ കുറച്ച് റിസ്കി സൈഡിലാണ് വന്നത്. വമ്പന്മാരെ കൂടെ ഞങ്ങൾക്ക് കളികളല്ല. വമ്പൻ ടീമാണെന്ന് തെളിയിക്കണമെങ്കിൽ വമ്പന്മാരെ പൊട്ടിക്കണം. അത് ഞങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞങ്ങൾ കളിക്കുന്നത്, അഡ്വാൻറ്റേജ് ആയിട്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ തോൽവി കാത്ത് ഇവിടെ നിൽക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, റൗണ്ട് ഓഫ് 16 സ്പെയിനോ, ക്വാർട്ടർ ഫൈനലിൽ അല്ലെങ്കിൽ സെമിയിൽ ഫ്രാൻസൊക്കെ വരും, സെമിയിൽ ഫ്രാൻസും വരും. അപ്പോൾ നിങ്ങൾ ഒരു ഹോപ്പ് വെച്ചോ, പോർച്ചുഗൽ ചിലപ്പോൾ പുറത്താകും എന്നുള്ളത്. അതും ചുമ്മാ ഒരു ഹോപ്പ് വെച്ചോ, അത്രയേ ഉള്ളൂ.